ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വഴികാട്ടിയാവുന്നവൻ്റെ പേര് എല്ലാ കാലത്തും സ്നാപക യോഹന്നാൻ എന്ന് തന്നെ ആയിരിക്കണമെന്ന് ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? ഇക്കാലത്ത് നമ്മൾ ജീവിക്കുന്ന കാലത്ത് എന്തുകൊണ്ടാണ് ഈ പ്രവാചകന്റെ പേര് നമ്മുടെ പേര് കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെടാതെ? വചനം പറയുന്നുണ്ട്, ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. പതിയൊന്ന് ആ യോഹന്നാൻ എന്നുള്ള പേര് മായ്ച്ചിട്ട് എൻ്റെ പേരൊന്ന് ചേർത്ത് വായിച്ചു നോക്കിയേ. ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് ജോംസൺ എന്നായിരുന്നു. സ്വന്തം പേര് ഒന്ന് കൂട്ടിച്ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് നിയോഗം തെളിഞ്ഞു കിട്ടും. അവന് വഴികാട്ടിയാവാൻ, അവനിലേക്ക് ചൂണ്ടുവിരലാകാനായിട്ട് ഉള്ള നമ്മുടെ നിയോഗം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വ്യക്തമായിട്ട് വായിക്കും, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. ആ നക്ഷത്രത്തിനും അതുപോലെ തന്നെ മാലാഖമാരുടെ സ്വരത്തിനുമൊക്കെ എൻ്റെ പേരിട്ട് വായിക്കണമെന്നേ. ഈ കാലത്ത് അവനിലേക്ക് വെളിച്ചം കാണിക്കാനും അവൻ ജനിച്ചിട്ടുണ്ടെന്ന് വിളിച്ചു പറയാനും ഒക്കെ നിയോഗം കിട്ടിയ സ്നാപക യോഹന്നാന്മാര് നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ? ഇനി സ്നാപക യോഹന്നാൻ്റെ പേര് എൻ്റെ പേര് വെച്ച് റീപ്ലേസ് ചെയ്യപ്പെട്ടാലേ ക്രിസ്തു ജനിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ഒന്ന് ആ സുവിശേഷം കിട്ടുള്ളൂ. ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് സ്വന്തം പേര് കൂട്ടി വെച്ചൊന്ന് വായിക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ.